ഈ സീറ്റിൽ ആരെങ്കിലും ഉണ്ടോ? ഈസ് ദിസ് സീറ്റ് ടേക്കൺ? ഈസ് ദിസ് സീറ്റ് ടേക്കൺ? നമുക്ക് സീറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലോ? ക്യാൻ വി സ്വിച്ച് സീറ്റ്സ്? ക്യാൻ വി സ്വിച്ച് സീറ്റ്സ്? ഈ മോഡൽ ടൗണിലേക്ക് പോകാൻ എവിടെ ഇറങ്ങണം? Where to get off for Model Town? Where to get off for Model Town? അവധി എന്നാണ്? When is the holiday? When is the holiday? നാളെയും മറ്റന്നാളും. Both today and tomorrow. Both today and tomorrow. എൻ്റെ സാലറി എപ്പോൾ കിട്ടും? By when will I get my salary? By when will I get my salary? നാളെയോ മറ്റന്നാളോ? Either today or tomorrow. Either today or tomorrow. സോ ഇവിടെ ശ്രദ്ധിക്കുക, രണ്ടും എന്ന് പറയാനാണ് ബോത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ബോത്ത് ടുഡേ ആൻഡ് ടുമോറോ. എന്നാൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് എന്ന് പറയാനാണ് എയ്തർ ഉപയോഗിച്ചിരിക്കുന്നത്. എയ്തർ ടുഡേ ഓർ ടുമോറോ. അടുത്തത് ഒരു ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ ആണ്. ഇറ്റ്സ് എ ഫൂൾസ് എറൻഡ്. അതായത് എന്തെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ടാസ്ക് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല, അത് സക്സസ് ആവില്ല എന്ന് പറയാനാണ് ഇത് ഉപയോഗിക്കുന്നത്. അവനോട് തർക്കിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഇറ്റ്സ് എ ഫൂൾസ് എറൻഡ് ടു ആർഗ്യൂ വിത്ത് ഹിം. ഇറ്റ്സ് എ ഫൂൾസ് എറൻഡ് ടു ആർഗ്യൂ വിത്ത് ഹിം. എൻ്റെ കോൾ കട്ട് ചെയ്യരുത്. Please don't hang up on me. Please don't hang up on me. ഇത് ഇൻഫോർമൽ ടോക്കിലാണ് ഉപയോഗിക്കുക. അതായത് സുഹൃത്തുക്കളുമായോ അല്ലെങ്കിൽ റിലേറ്റീവ്സുമായോ മറ്റോ സംസാരിക്കുമ്പോഴാണ് നമ്മൾ ഓൺ മീ ചേർത്ത് പറയുക. എന്നാൽ ഫോർമൽ ടോക്കിൽ പറയാനാണെങ്കിൽ, അതായത് ഓഫീസ് കാര്യങ്ങളിലോ മറ്റോ ആണിത് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്കിങ്ങനെ പറയാം, പ്ലീസ് ഡോണ്ട് ഹാങ് അപ്പ്. പ്ലീസ് ഡോണ്ട് ഹാങ് അപ്പ്. അടുത്തത് നോക്കാം. ഞാൻ ടി വി കാണുന്ന തിരക്കിലാണ്. ഇതെങ്ങനെ പറയും? ഐ ആം ബിസി വാച്ചിങ് ടി വി ആണോ? ഐ ആം ബിസി ഇൻ വാച്ചിങ് ടി വി ആണോ ശരി? ആദ്യത്തേത് ഐ ആം ബിസി വാച്ചിങ് ടി വി ആണ് ശരി. കാരണം ബിസിയുടെ ശേഷം ഇവിടെ വെർബാണ് വരുന്നത്. സോ അവിടെ ഇൻ ഉപയോഗിക്കില്ല. സോ ശരിയായ സെൻറ്റൻസ് ഇങ്ങനെ വരും, ഐ ആം ബിസി വാച്ചിങ് ടി വി. ഞാൻ പഠിക്കുന്ന തിരക്കിലാണ്. ഐ ആം ബിസി സ്റ്റഡിയിങ്. ഐ ആം ബിസി സ്റ്റഡിയിങ്. ഞാൻ കളിക്കുന്ന തിരക്കിലാണ്. ഇതെങ്ങനെ പറയും? കമൻറ്റ് ചെയ്യുക. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ബിസിക്ക് ശേഷം ഒരു നൗണാണ് വരുന്നതെങ്കിൽ നമ്മൾ ഇൻ ഉപയോഗിക്കും. അതായത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്ഥലം പറയുമ്പോൾ, ഞാൻ അടുക്കളയിൽ തിരക്കിലാണ്. ഐ ആം ബിസി ഇൻ ദ കിച്ചൺ. ഐ ആം ബിസി ഇൻ ദ കിച്ചൺ. കാപ്പി എങ്ങനെയുണ്ട്? ഹൗ ഈസ് ദ കോഫി? ഹൗ ഈസ് ദ കോഫി? മധുരം കൂടുതലാണ്. ടു സ്വീറ്റ്. ടു സ്വീറ്റ്. ഞാൻ കുറച്ച് മധുരം ചേർക്കേണ്ടതായിരുന്നു. I should have added less sugar. I should have added less sugar. എന്തെങ്കിലും ഒരു പ്രവൃത്തി, അതായത് കഴിഞ്ഞു പോയ കാര്യം നമ്മൾ അങ്ങനെ ചെയ്യേണ്ടതായിരുന്നു എന്ന് പറയാനാണ് ഷുഡ് ഹാവ് പ്ലസ് തേർഡ് ഫോം ഓഫ് ദ വെർബ് ഉപയോഗിക്കുന്നത്. അവൾ എന്നെ കാത്ത് നിൽക്കേണ്ടതായിരുന്നു. ഇതെങ്ങനെ പറയും? കമൻറ്റ് ചെയ്യുക. മഴ കഴിയുന്ന ലക്ഷണമൊന്നുമില്ല. There is no end in sight to the rain. There is no end in sight to the rain. അവൻ അങ്ങനെ ചെയ്യേണ്ടതിൻ്റെ ആവശ്യം എന്തായിരുന്നു?
അല്ലെങ്കിൽ ഒരാൾ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറയാൻ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ദാറ്റ് വാസ് അൺകോൾഡ് ഫോർ. ദാറ്റ് വാസ് അൺകോൾഡ് ഫോർ. അടുത്ത വാക്യം നോക്കാം. നിങ്ങൾക്ക് ഞങ്ങളിൽ 2 പേരിൽ ആരെയാണ് ഇഷ്ടം? Who is your favorite between the two of us? Who is your favorite between the two of us? അവൻ അവൻ്റെ ഓഫീസിലുണ്ടോ? Is he in his office? Is he in his office? അവനെ എൻ്റെ ഓഫീസിലേക്ക് പറഞ്ഞു വിടൂ. Please send him to my office. Please send him to my office. നീ നിന്റെ കാര്യം നോക്കിയാൽ മതി. You just mind your own business. You just mind your own business. അവൻ ഉറപ്പായും ഇവിടെ കാണും. Definitely he will be here. Definitely he will be here. നീ എന്താണ് പിറുപിറുക്കുന്നത്? What are you murmuring? What are you murmuring? മഴ പെയ്യാൻ പോവുകയാണോ? Is it going to rain? Is it going to rain? ഞാൻ എതിലെയാണ് അകത്തേക്ക് വരിക? Which way can I get in? Which way can I get in? സൂക്ഷിച്ചിറങ്ങൂ. Climb down carefully. Climb down carefully. എനിക്ക് ജീവിച്ച് മതിയായി. I am fed up with living. I am fed up with living. ചുമ്മാ ഒരു രസത്തിന്. Just for a thrill. Just for a thrill. മനസ്സില്ലാ മനസ്സോടെ അവൾ ഇവിടെ വന്നു. Unwillingly she came here. Unwillingly she came here. അവൾ പറയുന്നത് കേൾക്കണ്ട. Don't listen to her. Don't listen to her. ഈ കാപ്പി നല്ല ചൂടാണ്. The coffee is piping hot. The coffee is piping hot. കരഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. It's no use crying. It's no use crying. അവിടെ പോയിട്ട് ഒരു കാര്യവുമില്ല. ഇതെങ്ങനെ പറയും? കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.